നമസ്കാരം. കൗമുദി ടിവിയുടെ കാർഷിക പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. കൊല്ലത്തെ വലിയ കൂനമ്പായിക്കുളം ക്ഷേത്രമെന്നാൽ ഇന്ന് ലോക പ്രസിദ്ധമാണ്. ഓം ശ്രീമാതാ, ശ്രീ മഹാരാജ്ഞി, ശ്രീമത് സിംഹാസനേശ്വരി എന്ന് തുടങ്ങുന്ന നാമങ്ങളാൽ മുഖരിതമാണ് ക്ഷേത്ര പരിസരം. എന്നാൽ ആ ഭക്തിയോടൊപ്പം ഒരു നാടിനെയാകെ വിശ്വാസത്തിലെടുക്കുന്ന വലിയൊരു പ്രസ്ഥാനം കൂടി ക്ഷേത്ര ട്രസ്റ്റിനുണ്ട്. വലിയ കൂനമ്പായിക്കുളം ട്രസ്റ്റിൻ്റെ ഗോശാല. അഞ്ചേക്കർ വരുന്ന ഭൂമികയിൽ 55ഓളം പൈക്കൾ, പ്രതിദിനം 350 ലിറ്ററോളം പാൽ. കാണാം ആ വിജയകഥയുമായി ഹരിതം സുന്ദരം. കൊല്ലത്തെ വലിയ കൂനമ്പായിക്കുളം ദേവീക്ഷേത്രം. കാര്യസിദ്ധി പൂജയ്ക്കായി 10,000 ആഴ്ചതോറും എത്തുന്ന ഇടം. ദേവീഭക്തരുടെ പ്രളയമാണ് ക്ഷേത്ര പരിസരത്ത്. ഓം ശ്രീമാതാ, ശ്രീ മഹാരാജ്ഞി, ശ്രീമത് സിംഹാസനേശ്വരി തുടങ്ങിയ നാമമന്ത്രങ്ങളാൽ മുഖരിതമായ ഇടം. വിശ്വാസത്തോടൊപ്പം കരുത്തു നേടിയ ഒരു അധ്വാനത്തിന്റെ കഥ കൂടി ക്ഷേത്രത്തിനുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 8 വർഷം മുമ്പായിരുന്നു അത്. ക്ഷേത്ര ഭരണസമിതി ഒന്നാകെ എടുത്ത തീരുമാനം ഇന്ന് നാടിനാകെ പ്രയോജനപ്രദമായിരിക്കുന്നു. ദേവപ്രശ്നത്തിലൂടെ കടന്നുവന്ന ഒരു പാലഭിഷേകം ഒടുവിൽ വലിയ ഒരു ഗോശാലയുടെ പിറവിക്ക് തുടക്കം കുറിച്ചു. ഒറ്റ പശുവുമായാണ് വലിയ കൂനമ്പായിക്കുളം ദേവീക്ഷേത്ര ട്രസ്റ്റ് ഫാം തുടങ്ങിയത്. ഇന്നിപ്പോൾ അത് 55 മുതൽ 60 വരെ പൈക്കളുമായി മുന്നേറുന്നു. ക്ഷേത്ര ട്രസ്റ്റിന് സ്വന്തമായി ഉണ്ടായ 5 ഏക്കർ പുരയിടത്തിലാണ് ഗോശാല ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. ട്രസ്റ്റ് ഒന്ന് തീരുമാനിച്ചു, പൈക്കൾ സ്വർഗീയ സുഖസൗകര്യങ്ങളിൽ നിൽക്കണം. 60 അടി നീളത്തിലും 25 അടി വീതിയിലുമാണ് ഗോശാല പൈക്കൾക്കായി പണിതത്. അതുകൊണ്ട് തന്നെ മേലാപ്പ് 21 അടി ഉയരത്തിലേക്കാക്കി. വായു അനായാസേന കയറിയിറങ്ങുന്ന ഇടമായി തൊഴുത്ത് മാറി. എപ്പോഴും ചലിക്കുന്ന പങ്കകൾ അതിന് കൂട്ടാകും. ട്രസ് വർക്കുകൾ മൊത്തവും ഉച്ഛ്വാസവായുവിനെയും ഉഷ്ണവായുവിനെയും പുറന്തള്ളുന്ന രീതിയിലാണ്. തകര ഷീറ്റാണ് മേൽക്കൂര. റെയിൻ ഹാർവസ്റ്റ് അഥവാ ജലസംഭരണത്തിനും സംവിധാനമുണ്ടായിരിക്കുന്നു തൊഴുത്തിൽ. പൈക്കളേറെയും സങ്കരവർഗത്തിൽപ്പെട്ടതാണ്. എല്ലാം വിദേശ ജനുസുകളുടെ രക്തം. അവർക്ക് ആടിയുലഞ്ഞു നിൽക്കുവാൻ റബ്ബർ മെത്തകളുണ്ട്. കറവ പശുക്കൾക്ക് ഒരിടം, ചെനപ്പശുക്കൾക്ക് മറ്റൊരിടം, കിടാങ്ങൾക്ക് മറ്റൊരിടം എന്ന രീതിയിലാണ് ഗോശാലയുടെ ക്രമീകരണം. അയർലൻഡുകാരികളാണ് ഹോൾസ്റ്റൈൻ ഫ്രീസിയൻ പൈക്കൾ. ഉയർന്ന പാലളവാണ് അവയുടെ കീർത്തി. കറുപ്പിന്റെയും വെളുപ്പിന്റെയും അഴകുമായി ഹോൾസ്റ്റൈൻ പൈക്കൾ നിന്നാൽ അതൊരു മുഖശ്രീ തന്നെ. ഇംഗ്ലീഷ് ചാനലാണ് ജേഴ്സി പൈക്കളുടെ സ്ഥാനം. ചെമ്പൻ തവിടിന്റെ നിറമുണ്ട് ജേഴ്സി പൈക്കൾക്ക്. പാലളവ് അല്പം കുറഞ്ഞാലും പാൽക്കൊഴുപ്പിൽ എന്നും കീർത്തി നേടി നിൽക്കുന്നവരാണ് ജേഴ്സി പൈക്കൾ. ജേഴ്സിയും ഹോൾസ്റ്റൈനും കൂടാതെ സുനന്ദിനി പൈക്കളുമുണ്ട് ട്രസ്റ്റിന്റെ ഗോശാലയിൽ. മാട്ടുപ്പെട്ടി ഇൻഡോസിസ് പ്രോജക്റ്റിൽ വികസിപ്പിച്ചവരാണ് സുനന്ദിനി പൈക്കൾ. കേരള കാലാവസ്ഥയ്ക്ക് ഏറ്റവും യോജിച്ച ഇനം. പൈക്കൾ ഇത്രയും ഉണ്ടെങ്കിലും ഇവയൊന്നും തേടി തമിഴ്നാട്ടിലേക്ക് പോകുന്ന പൊതു സ്വഭാവം ട്രസ്റ്റിനില്ല. ഒക്കെയും നാട്ടിൽ നിന്ന് വിശ്വാസമുള്ളവരിൽ നിന്നാണ് വാങ്ങുക. പൈക്കളെ കണ്ടാൽ അതൊക്കെ കൃത്യമായി തിരിച്ചറിയാം. രോഗം വന്നവയെ ചികിത്സിച്ച് ഭേദമാക്കുന്ന ഇടപാട് വളരെ കുറവാണ്. അവയൊക്കെ അപ്പപ്പോൾ ഒഴിവാക്കി പുതിയ പൈക്കളെ കൊണ്ടുവരും. മാറിവരുന്ന പൈക്കൾ എപ്പോഴും ഉൽപാദനത്തിൽ മുന്നിലായിരിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും ഉൽപാദനക്ഷമതയുള്ള പൈക്കൾ മാത്രമേ ട്രസ്റ്റിന്റെ ഗോശാലയിൽ ഉണ്ടാകൂ. എവിടെ തൊട്ടാലും ലാഭം ഉറപ്പാക്കുന്ന രീതിയാണ് ഇത്. ഗോശാലയിൽ ഒരു മിശ്രിതമാണ് പൈക്കളെങ്കിൽ തീറ്റയുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അക്കാര്യത്തിൽ ട്രസ്റ്റിനും രണ്ടഭിപ്രായമില്ല. ഉയർന്ന പാലളവുള്ളവർ എ ഗ്രേഡിലും 10നും 14നും ഇടയ്ക്ക് പാലളവുള്ളവർ ബി ഗ്രേഡിലും തൊട്ട് താഴെയുള്ളവർ സി ഗ്രേഡിലും വരും. അതുകൊണ്ട് തന്നെ റേഷൻ കൃത്യമായ അളവിലാണ് നൽകുക. 1 ലിറ്റർ പാലിന് 400 ഗ്രാം എന്ന രീതിയിലാണ് പെല്ലറ്റ് നൽകുക. സാന്ദ്രീകൃത തീറ്റയാണ് പ്രധാന ആഹാരം. അത് വെള്ളത്തിൽ കുഴച്ച് കൃത്യമായി നൽകുവാൻ ജീവനക്കാരുണ്ട്.
പാലളവനുസരിച്ചാണ് ഓരോ ഗ്രൂപ്പിനും തീറ്റ. പാൽ കുറയുന്നതനുസരിച്ച് തീറ്റയുടെ അളവും കുറയും. വെള്ളം സമൃദ്ധമായി കിട്ടുവാൻ സ്വയം നിയന്ത്രിത പാനപാത്രങ്ങളുണ്ട്. പ്രതിദിനം 50 ലിറ്ററോളം ശുദ്ധജലം കറവപ്പൈക്കൾക്ക് ആവശ്യമുണ്ട്. അതൊക്കെ അവർക്ക് ആവശ്യമുള്ളപ്പോൾ അപ്പോൾ തന്നെ നുകരാൻ അവസരമുണ്ട്. വിശാലമായ തീറ്റത്തൊട്ടികളാണ് ട്രസ്റ്റിന്റെ ഗോശാലയുടേത്. വൃത്തിയും വെടിപ്പുമാണ് എവിടെയും. ദിനവും 5 നേരമുണ്ട് വൃത്തിയാക്കൽ. പ്രഷർ ഹോസുകൾ ഉപയോഗിച്ചാണ് തൊഴുത്തും പരിസരവും വൃത്തിയാക്കുക. രാവിലെയും വൈകിട്ടും കുളിയുണ്ട്. തണുത്ത ജലധാര ചിതറിത്തെറിച്ച് മേനിയിൽ വീഴുന്നതോടെ പൈക്കൾ ഉല്ലാസനിർഭരരാകും. യന്ത്രങ്ങൾ പാടെ ഒഴിവാക്കിയ ഇടം കൂടിയാണ് ട്രസ്റ്റിന്റെ ഗോശാല. കൈക്കറവയാണ് ഏവർക്കും. അനുബന്ധ മേഖലയായ തീറ്റപ്പുല്ലാണ് ഏറെ പ്രധാനം. അതിനായി 5 ഏക്കറോളം തീറ്റപ്പുൽ കൃഷി ട്രസ്റ്റ് തന്നെ നടത്തുന്നുണ്ട്. CO3 ആണ് പ്രധാന ഇനം. സ്വന്തമായുള്ള ബയോഗ്യാസ് ടാങ്കിന് പുറത്തുവരുന്ന സ്ലറിയാണ് പച്ചപ്പുല്ലിന്റെ പ്രധാന വളം. അത് നേരെ തോട്ടത്തിലേക്ക് പമ്പ് ചെയ്യും. 45 ദിവസം കൂടുമ്പോൾ തന്നെ കൊയ്തെടുക്കാം എന്നതാണ് CO3യുടെ പ്രത്യേകത. പൈ ഒന്നിന് കുറഞ്ഞത് 20 കിലോയെങ്കിലും പുല്ല് കിട്ടത്തക്ക രീതിയിലാണ് കൃഷി. ഒരു നാടിനെയാകെ പാൽ കുടിപ്പിക്കുവാനുള്ള ശ്രമങ്ങളിൽ ട്രസ്റ്റ് മുന്നിൽ തന്നെയുണ്ട്. കൂനമ്പായിക്കുളം ക്ഷേത്ര മൈതാനത്ത് തന്നെ ഒരു കൗണ്ടർ ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ 5 മണിയോടുകൂടി തന്നെ പ്രവർത്തന നിരതമാകും കൗണ്ടർ. രാവിലെ തൊഴാനെത്തുന്നവരുടെ നീണ്ട നിരയ്ക്കൊപ്പം പാൽ വാങ്ങാനെത്തുന്നവരുടെ നിരയുമുണ്ടാകും. പ്രസിഡന്റ് S. ഗോപാലകൃഷ്ണൻ ഹരിതം സുന്ദരത്തോട് പ്രതികരിച്ചു. ഇപ്പോൾ വലിയ കൂനമ്പായിക്കുളം ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീ S. ഗോപാലകൃഷ്ണൻ നമ്മളൊപ്പം ഉണ്ട്. അദ്ദേഹവുമായി ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമസ്കാരം. നമസ്കാരം സാർ. ശരിക്കും ട്രസ്റ്റ് ഇങ്ങനെ ഒരു പ്രസ്ഥാനം, ഗോശാല പോലൊരു പ്രസ്ഥാനം തുടങ്ങാനുണ്ടായ ഒരു കാരണം? തുടങ്ങാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു 15 കൊല്ലത്തിന് മുമ്പേ ഒരു ദേവപ്രശ്നം അമ്പലത്തിൽ ഉണ്ടായി. ആ ദേവപ്രശ്നത്തിൽ പറഞ്ഞ് ഗോശാല അത്യാവശ്യമാണ്, ക്ഷേത്രത്തിന് ശുദ്ധമായ പശുവിൻ പാലിൻ്റെ അഭിഷേകം നടത്തണം എന്ന് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു പശുവിനെ ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തൊരു ഗസ്റ്റ് ഹൗസിൽ സ്ഥലം അറേഞ്ച് ചെയ്ത് അവിടെ ഒരു പശുവിൻ്റെ പാല് നമ്മൾ അഭിഷേകത്തിന് വേണ്ടി ഉപയോഗിച്ചു. അതിനുശേഷം നമുക്ക് ഇവിടെ സ്ഥലം കിടക്കിയില്ലേ, 5.5 ഏക്കർ സ്ഥലമാണല്ലോ, അതിനകത്തൊരു ഗോശാല തുടങ്ങാം എന്നുള്ള ഒരു ഐഡിയ ഞങ്ങൾ എല്ലാവരും കമ്മിറ്റിയിൽ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങളിവിടെ ഷെഡെല്ലാം കെട്ടിപ്പെടുത്തി ഒരു തൊട്ടടുത്തൊരു ഫാം നടത്തുന്ന ആൾ അത് മൊത്തത്തിൽ കൊടുക്കുന്നു എന്നൊരു ഫാം തന്നെ പശുവിനെ കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 15 പശു ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ 15 പശുവിനെയും ഇവിടെ ഷെഡ് കെട്ടി ഇങ്ങോട്ടത്തേക്ക് മാറ്റി. അപ്പോൾ അത് കറന്നപ്പോഴത്തേക്ക് പാലിന് സെയിൽ കൂടിയപ്പോഴത്തേക്ക് ഇതിനെ നിലനിർത്തണമല്ലോ. അപ്പോഴത്തേക്ക് ഒരു കൊല്ലം വരല്ലേ ഒരു പശുവിനെ കറക്കാൻ പറ്റൂ. പിന്നെ പാല് കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ, പാല് കുറഞ്ഞു വരുന്ന സാഹചര്യം. പിന്നെ ഞങ്ങൾ പശുവിൻ്റെ എണ്ണം കൂട്ടി നമ്മൾ ഇവിടെ ഷെഡ് ഒരു 10-30 പശു നിൽക്കുന്നതായി. അപ്പോഴത്തേക്ക് ചെന വരുന്ന പശുവിനെ മാറ്റണമല്ലോ. അതിനുവേണ്ടി അപ്പുറത്തൊരു ഗോശാല നമ്മൾ പണിഞ്ഞു. അപ്പോൾ ഈ ചെന വരുന്നതിനെല്ലാം അങ്ങോട്ട് മാറ്റുകയും കറവ് തീരുന്ന ചെനയേക്കാത്തതിനെ നമ്മൾ കൊടുത്ത് മാറ്റക്കച്ചവടം ചെയ്ത് അങ്ങനെ ഒരു 10-75 പശു വരെ നമ്മൾ നിലവിൽ ഉണ്ടായിരുന്നു. അന്നൊക്കെ ഒരു 500-600 ലിറ്റർ പാല് നമ്മൾ 2 നേരം കൂടെ നമുക്ക് കിട്ടുമായിരുന്നു. ഇപ്പം ധാരാളം ആളുകൾ, പ്രത്യേകിച്ച് ഭക്തജനങ്ങൾ വന്നുകൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനമാണ് വലിയ കൂനമ്പായിക്കുളം ക്ഷേത്രം എന്ന് പറയുന്നത്. കാര്യസിദ്ധി പൂജ ഉൾപ്പെടെയുള്ള ധാരാളം. അപ്പം അങ്ങനെയുള്ള ഈ ഭക്തർക്കിടയിലുള്ള ഒരു അഭിപ്രായം എന്താണ് ഇങ്ങനെ ഒരു ഗോശാല വളരെ ഒരുപാട് പേര് ഭക്തർ പൂജ നടത്താൻ വരുമ്പോൾ ആൾ വരുമ്പോൾ ഇങ്ങനെ ഗോശാല ഉണ്ടെന്നുള്ള നമ്മളൊരു ബോർഡുണ്ട് അവിടെ ഒരു പശു നിൽപ്പുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് ആ ബോർഡിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് തൊട്ടടുത്ത് ഒരു 100 കിലോമീറ്റർ ദൂരെ ഗോശാലയുണ്ട്. അപ്പോഴത്തേക്ക് കാണാനായിട്ട് ആൾക്കാർ വന്നു തുടങ്ങി. അങ്ങനെ കാണുന്നുണ്ട്, പോകുന്നുണ്ട്, അഭിപ്രായങ്ങൾ പറഞ്ഞു ശുദ്ധമായ പശുവും പാലെല്ലാം നല്ലതല്ലേ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പാക്ക് ചെയ്ത് തൊട്ടടുത്ത് നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, തുടങ്ങി രാവിലെ കൊണ്ട് ഒരു 5 മണിയാകുമ്പോൾ തുടങ്ങും. 15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് പാല് തീരും. ഉച്ചയ്ക്ക് ഇന്ന് 10 മിനിറ്റ് മുമ്പേ പാല് തീരും. ഈ പ്രദേശത്തുള്ള ഈ നാട്ടിലുള്ള ജനങ്ങളെ പാൽ കുടിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമായി അതെന്തോ പിന്നെ എന്ന് വെച്ചാൽ ആ ക്യൂ നിൽക്കുന്നതാണ്. നമ്മളെ പിന്നെ ദേവിയുടെ നിർമാല്യം തൊഴുന്ന ഒരു ക്യൂ, പാല് മേടിക്കുന്നതിനൊരു ക്യൂ. ഈ നിർമാല്യം കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് വരിക പാല് മേടിക്കാൻ.
അപ്പോൾ എത്ര പശു ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എത്ര ലിറ്റർ പാലുണ്ടെങ്കിലും വിറ്റുപോകുന്ന ഒരു സാഹചര്യം ഒരു സാഹചര്യമുണ്ട്. അതാണ് നമ്മൾ എന്ന് വെച്ചാൽ ശുദ്ധമായ പശുവും പാലാണെന്നുള്ളത് എല്ലാവർക്കും ബോധ്യമായി കഴിഞ്ഞു. അതിൽ യാതൊരു കലപ്പുമില്ലെന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞു. വിലയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ? വിലയെക്കുറിച്ച് നമ്മളങ്ങനെ വില കൂട്ടാറില്ല. അന്നത്തെ നാട്ടിൽ എങ്ങനെയുള്ള വില ആ നിലയാണ്. പിന്നെ ഈ മിൽമ കൂട്ടുന്ന സമയത്ത് അങ്ങനെ നമ്മൾ ഒരല്പം മാറ്റം ചെയ്യുന്നല്ലേ ഉള്ളൂ, അല്ല നമ്മൾ പ്രത്യേകിച്ചൊന്നും കൂട്ടുന്നില്ല. ഗോശാല 1-ൽ ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ 2-ൽ വ്യത്യസ്തമാണ്. ഗർഭിണി പശുക്കളുടെയും കിടാങ്ങളുടെയും ഇടമാണ് വിസ്തൃതമായ ഗോശാല 2. അവിടെ യഥേഷ്ടം അവർക്ക് മേഞ്ഞു നടക്കാനുള്ള സൗകര്യമുണ്ട്. പുൽപ്പുറത്താണ് പൈക്കൾ ഏറെയും. ചെനപ്പശുക്കൾ 6-ാം മാസം എത്തുന്നതോടെ അങ്ങോട്ടേക്ക് മാറും. പിന്നെ പ്രസവം വരെ അവിടെ തന്നെ സ്ഥാനം. നാടൻ പൈക്കൾക്കും ഇടം നൽകിയിട്ടുണ്ട് ഗോശാല 2-ൽ. പുൽപ്പുറത്തുകൂടി വെച്ചൂർ പശുവും കൃഷ്ണപശുവും ഒക്കെ നടക്കും. കേരളത്തിന്റെ സ്വന്തം പശുവാണ് വെച്ചൂർ പശു. കോട്ടയത്തെ വൈക്കത്തിനടുത്ത വെച്ചൂർ ഗ്രാമത്തിൽ പിറവികൊണ്ടവർ. ഏറ്റു മിൽക്ക് എന്ന ബീറ്റ കേസിനുള്ള പാലുകൂടിയാണ് വെച്ചൂർ പശുവിൻ്റേത്. ചെറുകൊമ്പുകളും കരിമിഴികളും നിലത്തുമുട്ടുന്ന വാലുമായി അവർ നിന്നാൽ അതൊരു അഴക് തന്നെ. ആന്ധ്രയിലെ കൃഷ്ണവാലിയിലെ സാക്ഷാൽ കൃഷ്ണപശുവിനെയും എത്തിച്ചിട്ടുണ്ട് ട്രസ്റ്റ്. ശുഭ്രശോഭയുള്ള മേനിയും കരിമിഴികളും നിലത്തുമുട്ടുന്ന വാലും വശങ്ങളിലേക്ക് വിരിഞ്ഞു നിൽക്കുന്ന ചെവികളുമാണ് കൃഷ്ണപശുവിന്റെ അഴക്. പുല്ലാങ്കുഴൽ ഊതുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പിന്നിൽ ചിത്രമായി പ്രത്യക്ഷപ്പെട്ടവൾ. കൃഷ്ണയ്ക്കും വെച്ചൂർ പശുവിനുമൊക്കെ പുല്ലാണ് പ്രധാന തീറ്റ. സാന്ദ്രീകൃത തീറ്റ ഇവർക്ക് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. അനുദിനം വികസിച്ചു വരുന്ന ക്ഷീരമേഖലയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് ട്രസ്റ്റിനുണ്ട്. ഫാമിന്റെ പൂർണ്ണ മേൽനോട്ട ചുമതല ഫാം മാനേജർ ഉല്ലാസിനാണ്. ഉല്ലാസ് ഹരിതം സുന്ദരത്തോട് പ്രതികരിച്ചു. വലിയ കൂനമ്പായിക്കുളം ട്രസ്റ്റിന്റെ ഗോശാലയുടെ മാനേജർ ശ്രീ ഉല്ലാസ് നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹവുമായി ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമസ്കാരം ഉല്ലാസ്. നമസ്കാരം. ഉല്ലാസ്, ഒരു ദിവസം ഈ ഗോശാലയുടെ ഒരു തുടക്കം പ്രഭാതം മുതൽ പ്രദോഷം വരെ എങ്ങനെയാണ്? ഏകദേശം 2:30 മണിയാകുമ്പോൾ ഫാമിൻ്റെ പശുവിനെ കുളിപ്പിക്കലും കാര്യങ്ങളും എല്ലാം നടന്ന് രാത്രി 2:30 രാവിലെ അപ്പോൾ ആ സമയത്ത് 3 മണി തൊട്ട് കറവ് തുടങ്ങും. 3-3:15 കറവ് തുടങ്ങും. കറന്നു കൊണ്ടുവരുന്ന പാല് നമ്മൾ മിഷൻ ഉപയോഗിച്ച് അതിനകത്ത് അടിച്ച് 1/2 ലിറ്റർ വീതമുള്ള പാക്കറ്റാക്കി നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് ഇവിടുന്ന് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി അവിടെ ഒരു കൗണ്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. എത്ര മണിക്ക് അത് തുടങ്ങുന്നത്? അത് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ 5:30 തൊട്ട് സെയിലുണ്ടാവും. ആ 5 മണി വരെ ഈ പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം നടന്ന് ഇവിടുന്ന് പാല് ഇവിടുന്ന് വണ്ടിയിൽ കൊണ്ടുചെന്ന് അവിടെ ക്ഷേത്രത്തിൽ കൗണ്ടറുണ്ട്, അവിടെ നമ്മൾ സെയിൽ ചെയ്യും. ഈ വലിയ ഫാം ഇപ്പോൾ ഒരു 10-70 പശുക്കളൊക്കെ ആയിട്ടൊരു ഫാം നടത്തുമ്പോൾ എപ്പോഴും പകുതിയോളം പശുക്കൾ ചെനയിലും പകുതിയോളം പശുക്കൾ കറവയിലുമായിരിക്കും. അപ്പോൾ ആ ഒരു 50% ഉള്ള ഉൽപ്പാദനം ഇല്ലാതെ നിൽക്കുന്ന പശുക്കൾ, അപ്പോൾ എങ്ങനെയാണ് അത് മേക്കപ്പ് ചെയ്യുന്നത്? അത് മേക്കപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മൾ പാല് കുറഞ്ഞു വരുന്ന പശുക്കൾ, അതായത് ചെനയില്ല എന്നുണ്ടെങ്കിൽ ആ പശുക്കളെ നമ്മൾ മാറ്റക്കച്ചവടം ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് മാറ്റക്കച്ചവടം ചെയ്ത് പാലുള്ള പശുവിനെ വാങ്ങിക്കും. അത് എപ്പോഴും പാലുള്ള പശുക്കൾ ഇവിടെ നിൽക്കും. അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ആ രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പാല് ഇപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ പാല് കിട്ടുന്ന പശു ഏതാ? എത്ര ലിറ്ററാണ്? ഒരു 14-13 ലിറ്റർ കിട്ടുന്ന പശു. 14 ലിറ്റർ കിട്ടുന്ന ഒരു സമയം കിട്ടുന്ന പശുക്കളുണ്ട്, അതിൽ കുറവ് കിട്ടുന്നു. ഇതിനൊക്കെ ഈ തീറ്റയുടെ ക്രമം എങ്ങനെ? തീറ്റയുടെ ക്രമം എന്ന് പറയുന്നത് ഈ 10 ലിറ്റർ പാല് കിട്ടുന്ന ഒരു പശുവാണെന്നുണ്ടെങ്കിൽ അതിന് 6-7 കിലോ തീറ്റ കൊടുക്കേണ്ടി നിർബന്ധമായിട്ടും. പിന്നെ പുല്ലുണ്ട്, അഡീഷണലായിട്ട് പുല്ല് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നല്ല പശുവിനെ കണ്ടാൽ ഉല്ലാസിന് ഒരു മാനേജർ എന്ന നിലയിൽ തിരിച്ചറിയാൻ കഴിയും? അറിയും. എങ്ങനെയാണ് തിരിച്ചറിയും? അതിൻ്റെ ബോഡി ലാംഗ്വേജ് നോക്കും. അതിൻ്റെ ബോഡി ലാംഗ്വേജ് നോക്കി അതിൻ്റെ ആഹാരക്രമം, അതിൻ്റെ അകട് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് പാലുള്ള പശുവാണോ ഇല്ലയോ എന്ന്. അപ്പോൾ അങ്ങനെ കണ്ടിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സാധാരണ ഇതിൽ ഇങ്ങനെയുള്ള ഒരു ഉല്ലാസിൻ്റെ ഒരു നിഗമനം തെറ്റിപ്പോകാറില്ല? ചിലപ്പോൾ തെറ്റിപ്പോകാറുണ്ട്. കാരണം നമ്മൾ പുറമേ നിന്ന് വാങ്ങിക്കൊണ്ട് വരുന്ന പശുവിന് മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാവോ ഇല്ലയോ എന്ന് നമുക്ക് അന്നേരം ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ചില പശുക്കൾക്കെന്ന് പറഞ്ഞ മാരകമായിട്ടുള്ള രോഗം എന്ന് പറയുന്നത് തൈലേറിയ എന്ന് പറയുന്ന രോഗം, അതായത് ചെള്ളിൽ നിന്നുണ്ടാകുന്ന, അതിൻ്റെ ചെള്ളിൽ നിന്നുണ്ടാകുന്ന രോഗമാണ്. അത് മാരകമായിട്ടുള്ള രോഗമാണ്. അപ്പോൾ അതിന് നമ്മൾ സിബിയൺ എന്ന് പറയുന്ന ഇഞ്ചക്ഷനാണ് ഡോക്ടർ നിർദ്ദേശപ്രകാരം ചെയ്യുന്നത്. ചില പശുക്കൾ ചില സാഹചര്യത്തിൽ രക്ഷപ്പെട്ടു വരാം. ഇപ്പോൾ വിവിധ ഇനത്തിലുള്ള പശുക്കളുണ്ട്. ഉദാഹരണമായിട്ട് കറുപ്പും വെള്ളയുള്ള ഹോൾസെയിൽ ഇനത്തിൽപ്പെട്ടവരുണ്ട്. അത് ചെമ്പന്തോണ്ടിൻ്റെ നിറമുള്ള ജേഴ്സി ഉണ്ട്, അത് രണ്ടും അല്ലാത്ത സുനന്ദിനിയുണ്ട്. ഇതിൽ ഏത് ഇനം പശുക്കളാണ് ഒരു ഫാമിന് നല്ലത്? നമ്മളിപ്പോൾ ജേഴ്സിയാണ് കൂടുതൽ. ജേഴ്സിക്ക് കൂടുതൽ അസുഖങ്ങൾ കുറവുള്ള പശുക്കളാണ് ജേഴ്സി ഐറ്റത്തിലുള്ളത്. പിന്നെ CFൻ്റെ ഉണ്ട്. അത്
ഏത് പശുവിനെ എടുത്തിരുന്നാലും നമ്മൾ അതിൻ്റെ ആരോഗ്യം നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങിക്കൊണ്ട് വരുന്നത്. അപ്പോൾ അതാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അങ്ങനെ തന്നെയാണ് പോയത്. ഈ പാല് ഫാമിൽ നിന്ന് കറന്നെടുത്താൽ ഉടൻ തന്നെ പാക്കിലേക്ക് പോവുകയാണ്. അതെ. അപ്പോൾ എത്ര സമയം കൊണ്ട് ഇത് വിറ്റ് തീരും? ഇത് വിറ്റ് തീരുന്ന ഒരു നിമിഷം നേരം മതി. അവിടെ ആളുകളുടെ ലൈൻ ഇങ്ങനെ കിടക്കുകയാണ്. തികയാതെ വരുന്നെങ്കിലേ ഉള്ളൂ പാല്. കാരണം നമുക്ക് എത്ര പാലുണ്ടെങ്കിലും അവിടെ സെയിലായി വരുന്നുണ്ട്. ഇപ്പോൾ 1/2 ലിറ്റർ പാലിന് എത്ര രൂപയാണ്? 30 രൂപയാണ്. ഇത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ പാലിങ്ങനെ വിറ്റ് പാലിനേക്കാൾ കൂടുതൽ ലാഭം കിട്ടുന്ന മറ്റു ചില ഉൽപ്പന്നങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് നെയ്യ്, തൈര്, അതൊക്കെ ഉണ്ട്. അതെ. അപ്പോൾ അത്തരം ബിസിനസ്സിലേക്ക് അല്ല, അത്തരം ബിസിനസ്സിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. നെയ്യുടെ ബിസിനസ്സിലേക്കൊന്നും കടന്നിട്ടില്ല. അല്ല, ഒരു പക്ഷേ അതിൽ കടന്നാൽ കുറച്ചുകൂടി ലാഭം കിട്ടത്തില്ല. ലാഭം ഉണ്ടാവും. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഫെസിലിറ്റീസ് എല്ലാം ഉണ്ടാവണം. തയ്യാറെടുപ്പ് ജീവനക്കാർ വേണം. അതെ, ജീവനക്കാർ വേണം. അതൊക്കെ. അപ്പോൾ ഇത് ഇപ്പോൾ അഥവാ ഇനി ഇപ്പോൾ ഗോശാല ഇപ്പം വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മനസ്സിൽ ട്രസ്റ്റ് എന്തെങ്കിലും ഒരു ചുമതല ഏൽപ്പിച്ചാൽ പിന്നെ മാനേജർ എന്ന നിലയിൽ ഉല്ലാസ് എന്തായിരിക്കും ഇനി അടുത്ത് പറയാൻ പോകുന്നത്? ഇതൊന്ന് വർദ്ധിപ്പിക്കണം എന്ന് അവർ ചോദിക്കുകയാണ്. അത് ആ ചുമതല ഏൽപ്പിക്കുകയാണെങ്കിൽ അതിനോടൊപ്പം തന്നെ പ്രസിഡന്റ് സഹായമുണ്ട്, സെക്രട്ടറി ഉണ്ട്, ബാക്കി എല്ലാ സ്റ്റാഫും കൂടെ സഹകരിച്ച് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം. അതായത് നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ എന്താ, പശുക്കളുടെ എണ്ണം കൂട്ടണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാൻ പറ്റും. അതല്ലാതെ മറ്റ് കൃഷികളിലേക്കും വ്യാപിക്കാൻ പറ്റും. അഗ്രികൾച്ചർ. അല്ല, അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവണം. ഇനി ഉണ്ടാവണം. വർഷാന്ത്യത്തിൽ പശു വളർത്തലിൽ ലഭിക്കുന്ന ബോണസാണ് പൈക്കിടാക്കൾ. അവരെ നന്നായി നോക്കി വളർത്തേണ്ട ചുമതലയും ഗോശാലയ്ക്കുണ്ട്. 3 മാസം വരെ പാൽ തന്നെയാണ് കന്നുകുട്ടികൾക്ക് ശരണം. അതിനുശേഷം കാഫ് സ്റ്റാർട്ടർ കൊടുത്ത് പരിശീലിപ്പിക്കും. 6-ാം മാസം എത്തുന്നതോടെ പിന്നീട് കിടാരികളായി അവർ വളരാൻ തുടങ്ങും. കിടാങ്ങൾക്ക് പ്രത്യേക സംരക്ഷണം നൽകി വളർത്തുന്നതോടെ ഒരു 2ാം തലമുറയെ സൃഷ്ടിക്കുവാനും ഗോശാലയ്ക്ക് കഴിയുന്നുണ്ട്. ഫാം പരിസരത്താകെ ഉലാത്തുവാനായി വാത്തകളുടെ സൈന്യം തന്നെയുണ്ട്. ചൈനീസ് വാത്തകളാണ് ഏറെ. മഞ്ഞച്ചുണ്ടും മഞ്ഞക്കാലും ശുഭ്രശോഭയുള്ള മേനിയുമാണ് വാത്തകളുടേത്. ഗുണം 2 വാത്തകൾക്ക്. അപരിചിതരെ അകത്തേക്ക് കടത്തില്ല. ഒപ്പം ഉരകങ്ങളെ തുരത്തുകയും ചെയ്യും. മണ്ണിൽ തന്നെ കുഴികളുണ്ടാക്കി തൂവൽ പൊഴിച്ച് മുട്ടകളിടുന്നതാണ് വാത്തകളുടെ രീതി. അടയിരിക്കുവാനുള്ള പ്രത്യേക സൗകര്യവും ഗോശാല അധികൃതർ വാത്തകൾക്കായി നൽകിയിട്ടുണ്ട്. എപ്പോഴും സഹസ്രനാമ മുഖരിതമായ അന്തരീക്ഷമാണ് വലിയ കുനമ്പായക്കുളം ദേവിയുടേത്. അവിടെ എല്ലാ അനുഗ്രഹവും ചൊരിഞ്ഞ് പൈക്കളും നിൽപ്പുണ്ട്. ഒരു ഗ്രാമത്തെയാകെ പാൽ കുടിപ്പിക്കുന്ന നന്മയും നേരുമാണത്. അതാകട്ടെ ഒരു നാടിൻ്റെ മുഴുവൻ അംഗീകാരം നേടുകയും ചെയ്തു. പാലിനെ കുറിച്ചുള്ള അഭിപ്രായം? പാല് നല്ല അഭിപ്രായമാണ്. പാല് കിട്ടുന്നില്ല. കൂടുതലും ആൾക്കാർ ആദ്യം മേടിച്ചിട്ട് പിന്നെ നിൽക്കുക. അതിനും അവർക്ക് കൊടുക്കാനുള്ള സാഹചര്യം നമുക്ക് കിട്ടുന്നില്ല. ഇതിപ്പോൾ അങ്ങനെ അത്തരത്തിലൊരു പ്രസ്ഥാനമായിട്ട് ഇത് വളർന്നു വരുമ്പോഴത്തേക്ക് ഇത് ഇനിയും വർദ്ധിപ്പിക്കേണ്ടല്ലേ? വർദ്ധിപ്പിക്കണം. ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ബുദ്ധിമുട്ടാണ് നമുക്കിപ്പം വന്നത്. ഇവിടെ ഒരുപാട് കൃഷികളൊക്കെ ഉണ്ടായിരുന്നു. താറാവുണ്ടായിരുന്നു, കോഴിയുണ്ടായിരുന്നു, പിന്നെ പച്ചക്കറി ബിസിനസ്സുകൾ ഒരുപാടുണ്ടായി. ഇതെല്ലാം നമ്മൾ അവിടെ കൊണ്ടുകൊടുത്ത് കച്ചവടം ചെയ്യുമായിരുന്നു. എന്ന് വെച്ചാൽ നാടൻ കൃഷിയല്ലേ. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് അഭിപ്രായങ്ങൾ ജനങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു. പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാനെന്ന് വെച്ചാൽ ഇനിയും നോക്കാനും ഇതെല്ലാവർക്കും ഒരു സമയം കഴിയുമ്പോൾ ഓരോരുത്തർ കാര്യങ്ങളല്ലേ. പ്രധാന ക്ഷേത്രത്തിൻ്റെ ഭരണമായിട്ട് ബന്ധപ്പെട്ടിരിക്കുമ്പം ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളോട് നടത്തിക്കൊണ്ടുപോകുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ എങ്കിലും ഇത് തുടങ്ങിയത് ഒരു നേട്ടമായി കരുതുന്നുണ്ടോ? നേട്ടമാണ്. ഏറ്റവും വലിയ നേട്ടമെന്ന് പറഞ്ഞാൽ ശുദ്ധമായ പശുവും പാല് നമ്മൾ നാട്ടിൻ പ്രദേശത്തിൽ കിട്ടുന്നു. പിന്നെ നമുക്ക് പ്രോഫിറ്റ് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. ഏകദേശം 1 രൂപ അടുപ്പിച്ചുള്ള പ്രോഫിറ്റ് ഉണ്ടെന്ന് വെച്ചാൽ ഇത് 10 ജീവനക്കാരും കാര്യം അതുകൊണ്ട് ജീവിക്കുന്നുണ്ട്. ഈ പശുക്കളിലെയൊക്കെ ഒരു കൈമാറ്റവും കാര്യങ്ങളിലൊക്കെ ഭരണസമിതിയുടെ ഇടപെടലുണ്ടോ? ഇല്ല, ഞാനും പുള്ളി ഇവിടെ ചാർജാണ്. ഞങ്ങൾ 2 കൂടാണ് പോയി വാങ്ങി. എവിടെ പോയാട്ടെ ഈ പശുക്കളൊക്കെ? ഈ അനസ് കുളപ്പാടം. പുള്ളിയുടെ ചെന്ന് കഴിഞ്ഞാൽ പുള്ളി അയൽ സംസ്ഥാനത്തോടൊന്നും പോകുന്ന പരിപാടി ഇല്ല. നമുക്ക് എന്തെങ്കിലും പശുവിന് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അയാൾ ഉടനെ തിരിച്ചെടുക്കുകയും നമ്മൾ പൈസ കൊടുക്കുമ്പോഴേ ആദ്യമൊക്കെ നമ്മൾ പൈസ കൊടുക്കുമായിരുന്നു. പിന്നെ നമ്മൾ മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അയാൾ പൈസ നമ്മൾ കൊടുക്കുമ്പോഴേ അയാൾ വാങ്ങിക്കുന്നുള്ളൂ. ഇപ്പോൾ ഇത്രയും വലിയ ഒരു പ്രസ്ഥാനം, അതായത് ഇപ്പോൾ 10-60-65 പശുക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നേറുമ്പോൾ കുറച്ച് യന്ത്രവൽക്കരണം കൂടെ കൊണ്ടുവരണം. അത് മീറ്റിങ്ങിൽ വെച്ചിട്ടുണ്ട്. ഒന്നുകൂടെ ചെയ്യണമെന്ന് ആഗ്രഹങ്ങളുണ്ട്. അത് ചെയ്യാം. അതുപോലെ തന്നെ ഗോശാല 2നെ കുറിച്ചും ആലോചിക്കാവുന്നതാണ്. വേറൊരു ഗോശാലയും കൂടി. അത് ഇതിനകത്ത് സ്ഥലങ്ങളുണ്ടല്ലേ സാറേ? ഇതിനകത്ത് 5.5 ഏക്കർ സ്ഥലമില്ലേ? ഇതിനകത്തുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുക.
ഭരണങ്ങൾ മാറി വരുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. എന്തായാലും ഒരു നാട്ടിലെ കുറച്ച് ഭക്തജനങ്ങളെ അതോടൊപ്പം തന്നെ പാലിനെയും പശുവിനെയും സ്നേഹിക്കുന്ന കുറേ ആളുകൾക്ക് നല്ല പാൽ കൊടുക്കാൻ കഴിയുന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഭക്തി മാത്രമല്ല, വിശ്വാസം കൂടി ചേരുന്ന കരുത്താണ് വലിയ കുനമ്പായിക്കുളം ക്ഷേത്ര ട്രസ്റ്റ്. ഗോശാല അതിൻ്റെ സാക്ഷാത്കാരമായി മുന്നിൽ നിൽക്കുന്നു. നേരാം ഭാവുകങ്ങൾ.